നമസ്കാരം. ഏറെ വിവാദമുണ്ടാക്കിയ ഒരു സിനിമയാണ് ദ കേരള സ്റ്റോറി. ഇപ്പോഴിതാ ആ സിനിമയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ. ദ കേരള സ്റ്റോറി സിനിമ കാണാൻ സാധിച്ചതിൽ താൻ ഏറെ സന്തോഷിക്കുന്നുവെന്ന് രാം ഗോപാൽ വർമ്മ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വർഷങ്ങളായി ഞാൻ കണ്ട ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണിത്. സിനിമ കണ്ടതിന് ശേഷം ഞാൻ സംവിധായകനോടും നിർമ്മാതാവിനോടും നടി ആദാ ശർമ്മയോടും സംസാരിച്ചു. എനിക്ക് അത്തരം സിനിമകൾ ഇഷ്ടമാണ്. എന്നാൽ അതേ ടീമിന്റെ മറ്റൊരു ചിത്രം പുറത്തിറങ്ങി എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. എല്ലാവരും ആ സിനിമയെ അവഗണിച്ചു. എന്നാൽ അതും മികച്ച സിനിമയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 2024 തന്നെ പുറത്തിറങ്ങിയ ഒരു ബെസ്റ്റർ ദി നക്സൽ സ്റ്റോറി എന്ന സിനിമയെ കുറിച്ചാണ് രാം ഗോപാൽ വർമ്മ പറഞ്ഞത്. ആ രണ്ടാമത്തെ സിനിമ, ആ സിനിമയ്ക്ക് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതാണ് വാസ്തവം. ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു ആ സിനിമ. സുദീപ് തോസൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ദി കേരള സ്റ്റോറി. ആ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് മുതൽ വിവാദങ്ങളിൽ പെട്ടിരുന്ന ഒരു ചിത്രമാണ്. 40 കോടിയിൽ താഴെ ബജറ്റിൽ നിർമ്മിച്ച കേരള സ്റ്റോറി ആഗോളതലത്തിൽ 300 കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ആദാ ശർമ്മ, യോഗിത ബിഹാനി, സിദ്ധി ഇദാനി എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തിയവർ. കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഈ സിനിമയിലെ വിവാദം. കേരള സർക്കാർ അടക്കം ഈ സിനിമയ്ക്കെതിരെ പോരാടിയിട്ടുണ്ടായിരുന്നു. നേരിന്റെ വാർത്തകൾ അറിയാൻ സാക് ന്യൂസ് കാണുക. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.